ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖല്ലേ? പിന്നെന്താ മക്കളെ, ചെറിയ ചെറിയ കൊച്ചു വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് കരുതി നമ്മളെ നെഡ്സിൻ്റെ പെട്ടിയാണ് കൊണ്ടുപോകണത് കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഒരുപാട് നല്ല നട്ട്സുകളും മിഠായികളും എല്ലാ സാധനങ്ങളും ഉള്ള ഒരു സ്ഥലം അത് കേട്ടോ. തുടക്കം മുതലേ ഇവിടുന്ന് വാങ്ങണോണ്ട് തന്നെ ഇങ്ങോട്ട് പോരാൻ ഭയങ്കര ഇൻട്രസ്റ്റാട്ടോ. പോകുമ്പോൾ 10,000-20,000 ബില്ല് കെട്ടിയാലും എന്താ മനസ്സമാധാനത്തോട് കൂടിയിട്ട് തന്നെയാണ് പോലെ കേട്ടോ. ഓരോ നട്സും നിങ്ങൾക്ക് വേണ്ടി ഞാൻ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും നല്ല സാധനങ്ങൾ തന്നെ നമ്മൾ തിരഞ്ഞെടുക്കൽ കേട്ടോ. പിന്നെ എപ്പോഴും ഞാൻ നിങ്ങളോട് പറയലുണ്ട് അല്ലേ, നമ്മൾ വെറുതെ ഓരോ കാര്യം പറഞ്ഞ് ഓരോ മനുഷ്യരെ എടുപ്പിക്കലില്ല. ഹൈ ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് നമ്മൾ എടുക്കൽ എന്നൊന്നും പറയില്ല. ഏകദേശം മീഡിയം ടൈപ്പിലുള്ള നട്സുകളൊക്കെ നമ്മൾ എടുക്കൽ കേട്ടോ. നന്നായി കഴുകി വൃത്തിയാക്കി നട്സൊക്കെ പൊടിച്ച് റെഡിയാക്കി ഇന്ന് ലേഹം വരകണുണ്ട്. അപ്പോൾ വാണ്ടികളൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ. ചെറിയൊരു വ്ളോഗാണ്. പിന്നെന്താ രാവിലത്തെ കൊച്ചു വിശേഷങ്ങൾ കേട്ടോ. സാധാരണ പോലെ നമ്മൾ ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൻ്റെ കൂടെ നമ്മളെ ചട്ടിനി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ദോശയ്ക്ക് ഒരു ചെറിയ പിടുത്തമുണ്ട് കേട്ടോ. ഒന്നാമത് എന്താ വെച്ചാൽ തലേന്ന് ഉണ്ടാക്കിയ ദോശയായിരുന്നു, അതിൻ്റെ ബാക്കി മാവ് ഞാൻ അവിടെ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ പൊന്താ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു ദോശക്ക് കേട്ടോ. എന്നാലും ആ നേരത്ത് ഒരു നുള്ള അപ്പക്കാരിട്ടപ്പോൾ ഞാൻ അതൊന്നും പൊന്തിയിരുന്നു കേട്ടോ. എന്നാലും സോഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങോട്ട് കടിച്ചാൽ അങ്ങോട്ട് കടിച്ചു എന്നില്ല ലെവലായിരുന്നു ദോശ നിന്നിരുന്നു കേട്ടോ. പിന്നെന്താ നമ്മളെ ചോദന ചട്ടിനി നിങ്ങൾക്ക് അറിയാലേ, തേങ്ങ നന്നായിട്ട് അരച്ചിട്ട് നമ്മൾ ഇഞ്ചിയോ ഒരു വെളുത്തുള്ളിപ്പണി ഇട്ട് കണ്ട് അരച്ചിട്ട് അതിക്ക് നമ്മൾ വെളിച്ചെണ്ണയ്ക്ക് തുള്ളി മുളകും പൊടി ഇടുക, കരിവേപ്പില ഇടുക കേട്ടോ. ചെറിയ ഉള്ളിയാണ്, അത് തൂമിച്ചെടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ആയാലും അധികം ആളുകൾക്കും വെള്ളച്ചട്ടിനി ഉണ്ടാക്കാൻ അറിയുള്ളൂ അല്ലേ. വെള്ളച്ചട്ടിനി കടുകറുത്ത് കണ്ട് ഇങ്ങനെ ഉണ്ടാക്കും കേട്ടോ. പിന്നെ തക്കാളി ചട്ടിനിയൊക്കെ ഉണ്ടാക്കും. ഇവിടെ അവർക്ക് ഇതാണ് നല്ല ഇഷ്ടം കേട്ടോ. അപ്പം ഇന്ന് ലേഹം ഉണ്ടാക്കണ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഓരോ ഉപായപ്പണികളാണ് ഉണ്ടാക്കി വെക്കുന്നത് കേട്ടോ. രാവിലെ കപ്പ ഉണ്ടാക്കി, പൂള, നമ്മളെ നാട്ടിൽ പൂള അറിയും, അത് കടുകറുത്ത് കണ്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ നമുക്ക് കൈ കൊണ്ടും വയ്യാത്തതല്ലേ. പിന്നെന്താ ഉണക്കസ്രാവ് ഉണ്ടായിരുന്നു, അത് ഇത്തിരി വെള്ളത്തിൽ ഇട്ടിച്ചിരുന്നു കേട്ടോ. അതങ്ങോട്ട് കുതിർത്തിക്കാണ്ട് നന്നായിട്ട് ആ ഉപ്പൊക്കെ കഴുകി കളഞ്ഞ് നമ്മൾ ഇത്തിരി മുളകും പൊടി ഇട്ട് കാണ്ട് അങ്ങോട്ട് വറുത്ത് കോരട്ടെ കേട്ടോ. ഇത്തിരി ചോറും വെച്ചിട്ടുണ്ട്. ഇന്നത്തെ വിഭവം ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇന്ന് ഞാൻ വല്ലാതെ പണിയെടുക്കാൻ പോയില്ല കേട്ടോ. ഒന്നാമത് നമ്മൾ ഷെയ്മോളോട് അടിക്കാനും വൃത്തിയാക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒന്ന് ലേഹം വിറകണ കൂട്ടായതുകൊണ്ട് തന്നെ അധികം റിസ്ക് എടുക്കാനൊന്നും ഞാനില്ല കേട്ടോ. പിന്നെ നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മളെ ബീട്രൂട്ട്, ക്യാരറ്റ്, ശതാവരി അതൊക്കെ നന്നാക്കാൻ നമുക്ക് ആളുകളുണ്ട് കേട്ടോ. ഞാൻ ഒറ്റയ്ക്കല്ല ചെയ്യൽ. അവരൊന്നും പിന്നെ വല്ലാതെ വീഡിയോസിൽ പകർത്തലില്ല. അത് ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് മഞ്ഞളൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി അവരത് അടിച്ച് അതിൻ്റെ പാലൊക്കെ എടുത്ത് റെഡിയാക്കി തരും കേട്ടോ. എന്നാൽ തന്നെ നമുക്കില്ലേ, നമ്മളെ വീട്ടിൽ ഒരുപാട് ആളുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളത് മാത്രം ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോൾ ഒരു കഥകുതൻ്റെ അടിയിൽ കൂടെ അത് ചെയ്യണ്ടല്ലോ. വൃത്തിക്ക് അവരൊക്കെ ചെയ്തു തരുമ്പോൾ നമുക്കത് ഉണ്ടാക്കാനും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലേ. എല്ലാം റെഡിയാക്കി തന്നാൽ പിന്നെ നമുക്കത് അങ്ങനെ വൃത്തിക്ക് ചെയ്യാം. നമ്മളെ റൂമും ഉണ്ടല്ലോ. ഇത് കണ്ടോ, രാവിലെ പൂള വെച്ചതാണ് കേട്ടോ. കടുകറുത്ത് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് മക്കൾക്ക് കേട്ടോ. നല്ല സൂപ്പർ മാർക്കറ്റിൽ പോയിരുന്നു, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ. പിന്നെ നമ്മളെ ലേഹത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് മടങ്ങി വന്നപ്പോൾ ഒരുപാട് നേരമായിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ലേഹക്കുപ്പി കേട്ടോ. ഒരു ലേഹക്കുപ്പി ഞാൻ എടുത്ത് വെക്കലുണ്ട് ഇവിടെ കേട്ടോ. എന്നിട്ടേ നമ്മൾ ബാക്കി കച്ചവടം ചെയ്യൽ. എന്താ വെച്ചാൽ ഞാനും ഷെയ്മോളൊക്കെ ഇതിന്ന് ഓരോ ടീസ്പൂൺ വീതം കഴിക്കും കേട്ടോ. എന്താ വെച്ചാൽ ഭയങ്കര ക്ഷീണത്തിനൊക്കെ നല്ല ചേഞ്ചും വരും. ഇതിപ്പോൾ 2 നേരം 3 നേരം ആക്കി കണ്ടൊന്നും ഞാൻ തിന്നലില്ല കേട്ടോ. കാരണം തടിയില്ലോണ്ട് ഇപ്പം അങ്ങനെ വല്ലാതെ തിന്നലില്ല. ഓവറായിട്ട് എന്തും അധികം തിന്നാൽ അമൃതവും വിഷം പറഞ്ഞ പോലെ നമ്മൾ അങ്ങനെ തിന്നലില്ല കേട്ടോ. ഷെയ്മോളും ഞാനൊക്കെ ഓരോ ടീസ്പൂൺ എടുത്തുകാണ്ട് ഇങ്ങനെ കഴിക്കും. സ്പൂൺ അതിലിട്ട് വെക്കരുത് കേട്ടോ. ഒന്നാമത് നമ്മൾ നാച്ചുറലായിട്ട് ഉണ്ടാക്കണോണ്ട് പൂപ്പലും കാര്യങ്ങളും കാറലൊക്കെ വരും. അപ്പോൾ അതൊന്നും ഇല്ലാതാക്കാൻ നനഞ്ഞ സ്പൂൺ ഇടുക, സ്പൂൺ ഇട്ടേക്കുക, കൈയിടുക, ഡെയിലി കഴിക്കാക്കുക, അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് കേടുവരിക. ഏകദേശം ഇത് തിന്നോൽക്കൊക്കെ അറിയാം, ഭയങ്കര ടേസ്റ്റായിരിക്കും. തടി വെക്കാനും ബ്ലഡ് കൗണ്ട് കൂടാനും അസ്ഥിയുരുക്കം, അസ്ഥിസ്രാവം, വെള്ളപ്പോക്ക് അറിയാം, ഇതിനൊക്കെ നല്ല ചേഞ്ചിങ് വരും. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ കഴിക്കാട്ടോ. സുന്നത്ത് കല്യാണം കഴിഞ്ഞ മക്കൾക്കൊക്കെ ഓരോ ബോട്ടിൽ കൊടുത്തോണ്ടി കേട്ടോ. പിന്നെ കഴിക്കണ രൂപം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതിൻ്റെ ഞങ്ങളെ ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ അത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പർച്ചേസിന് പോയതാണ് കേട്ടോ. കറുത്ത എള്ള്, അതുപോലെ ഇതിൻ്റെ നട്സുകൾ ഇങ്ങനെ കണ്ടാൽ അറിയാമെന്നല്ലാതെ നേർക്ക് പറയാൻ നമുക്ക് അറിയില്ല കേട്ടോ. പംകിന്, സൺഫ്ലവർ സീഡ്, അതേപോലെ ബദാം പരിപ്പ്,
ഇതൊക്കെ ഓരോ KG ആയിരുന്നു ഫസ്റ്റ് ടൈമിൽ നമ്മൾ വാങ്ങിച്ചിരുന്നു കേട്ടോ. ഇപ്പോൾ ഓരോ KG നമ്മളങ്ങനെ ഓരോ പാക്കുകളായിട്ട് വാങ്ങിക്കലില്ല. കാരണം അവർ പറയും ലൂസായിട്ട് എടുത്താൽ മതി താത്ത, ഓരോ പാക്കാവുമ്പോൾ ഞങ്ങൾ പാക്കാക്കി വെക്കണതാണ് കേട്ടോ. ഓരോ 3 KG ഒക്കെ എടുക്കും നമ്മൾ കേട്ടോ. ഒക്കെ ഓരോ 3 KG 3 KG. പിന്നെ നമ്മളെ നിലക്കടല, പൊട്ടുകടല, എള്ള്, പിന്നെ വാൽനട്ട്, പീനട്ട്, അതേപോലെ പീനട്ട് നമ്മൾ പറഞ്ഞു അല്ലേ. പിന്നെ അണ്ടിപ്പരിപ്പ്, പിന്നെ മിൽമ നെയ്യാണ് ഇപ്പോൾ ഉപയോഗിക്കൽ കേട്ടോ. പണ്ടാരോ കമൻറ്റ് ചെയ്തിരുന്നു, ഞാനതവിടെ ഡിലീറ്റ് ചെയ്യലാണ്. ആവശ്യമില്ലാത്തതൊന്നും നമ്മൾ ചെയ്യലില്ല, നമ്മളതിന് റിപ്ലൈ കൊടുക്കില്ല. അണ്ടിപ്പരിപ്പുകളൊക്കെ കേട്ടോ ഒരു മീഡിയം ടൈപ്പ് ക്വാളിറ്റിയിലില്ല തന്നെ നമ്മൾ എടുക്കൽ കേട്ടോ. നിങ്ങൾക്കൊക്കെ കണ്ടാൽ തന്നെ അറിയാം. നമ്മളങ്ങനെ ഹൈ ക്വാളിറ്റി എടുത്തു എന്നൊക്കെ പറഞ്ഞു കണ്ട് നമ്മൾ ആരും പറ്റിച്ചലില്ല. അപ്പോൾ തിരക്കേടില്ലാത്ത ഒരു നട്ട്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യൽ കേട്ടോ. അണ്ടിപ്പരിപ്പാണ് ആ കിടക്കണതൊക്കെ കേട്ടോ. പിന്നെന്താ, പിന്നെ നമ്മളെ താമരമുട്ട് ഇതൊക്കെ ഗർഭം ഉണ്ടാവാനും നമുക്ക് ഓവുലേഷൻ കാര്യങ്ങളൊക്കെ നടക്കാനൊക്കെ ഏറ്റവും ഉഷാറാട്ടോ. പിന്നെ ഇതൊക്കെ വൈദ്യരെ നിർദ്ദേശപ്രകാരം തന്നെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യൽ കേട്ടോ. ഞാൻ എൻ്റെ ഒറ്റയ്ക്ക് ഇഷ്ടപ്രകാരം നമ്മൾ ചെയ്യലില്ല കേട്ടോ. പിന്നെ വൈദ്യ ഷോപ്പിൽ നിന്ന് മരുന്ന് വാങ്ങണമൊക്കെ മഞ്ചേരി എല്ലാവർക്കും അറിയാം, ബാപ്പു വൈദ്യർ അറിയാം. അവിടെ നിന്നാണ് നമ്മൾ ഓരോ സാധനങ്ങളും വാങ്ങണത്. പിന്നെ അമ്മക്കായിട്ടൊരു ഡോക്ടർ ഉണ്ട് കേട്ടോ. ആ ഡോക്ടർ കീഴിൽ തന്നെയാണ് നമ്മളിതൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുന്നത് കേട്ടോ. പിന്നെ എന്താ, ഗർഭമില്ലാത്തവർക്കൊക്കെ ഗർഭമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിക്കലുണ്ട് കേട്ടോ. ഒരുപാട് സന്തോഷമാണ് കേൾക്കുമ്പോൾ. പിന്നെ ഞാൻ ഷോർട്സിലൊന്നും അങ്ങനെ പറയില്ല. ഈത്തപ്പഴപ്പെട്ടിയാണ് കൊണ്ടുപോകണം കേട്ടോ. നല്ല മസൻ്റെ 3 തരം 3 പെട്ടികളാണ് എടുത്തുക്കണം കേട്ടോ. 5 കിലോന് 15 കിലോ നമ്മളെ ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. നല്ല കറുത്ത നല്ല ടേസ്റ്റുമാണ് തിന്നാൻ കേട്ടോ. അങ്ങനത്തെ നട്സുകളും അതേപോലെ നല്ല ക്വാളിറ്റിയിലെ ഈത്തപ്പഴം എടുക്കൽ കേട്ടോ. ഈത്തപ്പഴം ഞാൻ എപ്പോഴും നോക്കി എടുക്കലുണ്ട്. കാരണം നമ്മളത് കുറേ നേരം വേവിക്കേണ്ട ലേഹ്യമൊന്നും അല്ലല്ലോ. അപ്പോൾ അത് പെട്ടെന്ന് അലിഞ്ഞു പോണ ലേഹ്യം കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ചെയ്യൽ കേട്ടോ. പിന്നെ അതിക്കെന്താ പിസ്ത ഉണ്ട്. പിസ്തയും കടലയും കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ ഇതൊക്കെ പൊടിക്കാൻ കൊടുക്കുമല്ലോ. പൊടിക്കല്ല, നമ്മൾ ബീറ്റ്റൂട്ടിൻ്റെ ചാറും ശതാവൻ്റെ ചാറൊക്കെ എടുക്കുമല്ലോ, ഓൽക്ക് കൊടുക്കും കേട്ടോ. എന്താ വെച്ചാൽ അതൊക്കെ തൊലിച്ച് വൃത്തിയാക്കി എടുക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. പിസ്തൻ്റെ തോല് പൊളിച്ച് വൃത്തിയാക്കാനും. മക്കൾക്ക് 5 10 കൊടുത്താലും മക്കളിപ്പോൾ പൊളിച്ച് തരൂല മക്കളെ. അപ്പോൾ പിന്നെ ഏതായാലും ഓല കയ്യിൽ അങ്ങോട്ട് കൊടുക്കും കേട്ടോ. അതും കടലയും ഒക്കെ ഞാൻ ആയിത്താത്താൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഓല് 2-3 ആൾക്കാരുണ്ട് കേട്ടോ. ഓല് ചെയ്യും, നല്ല വൃത്തിക്ക് ചെയ്തു തരും കേട്ടോ. എല്ലാം ചെയ്തു തരും. നട്സുകളൊക്കെ ഇപ്പം ഞാനാണ് പൊടിച്ചൽ കേട്ടോ. എന്താ വെച്ചാൽ അവിടെ വെച്ച് കണ്ട് അങ്ങോട്ട് പൊടിച്ചു കേട്ടോ. താമര വിത്താണത്, നിങ്ങൾക്ക് അറിയാം താമര വിത്ത് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നു. പിന്നെ പംകിനൊക്കെ നിങ്ങൾക്കറിയാം തടി നന്നാവാനും നമ്മളെ ശരീരത്തിന് വേണ്ടിയ എല്ലാ ന്യൂട്രിയൻസുകളും അടങ്ങിയാണ് നമ്മളെ ന്യൂട്രിയൻസിൻ്റെ ലേഹ്യം കേട്ടോ. നല്ല ടേസ്റ്റും ആയിരിക്കും. എന്തായാലും നിങ്ങളെ ശരീരത്തേക്ക് ഇത് എഫക്റ്റ് ചെയ്യും കേട്ടോ. എന്തായാലും ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും അല്ലല്ലോ നമുക്ക് ഇതൊക്കെ ഒറ്റക്കായിട്ട് വാങ്ങി തിന്നാൻ കഴിയൂല. എന്നാൽ അതൊക്കെ പാട് ഉൾപ്പെടുത്തിയിട്ടുള്ള സാധനങ്ങളാവുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റിലും തിന്നാം. ഇത് വാൽനട്ടാണ്. പിന്നെന്താ, വീട്ടിലെത്തിയിട്ട് ജസ്റ്റ് ഒന്നും കൂടിയും കാണിച്ചു തരാമെന്ന് കരുതി. കടല, പിസ്ത ഇങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഓല് കൊണ്ടുപോയിട്ടുണ്ട്, വൃത്തിയാക്കി തരാം പറഞ്ഞുകൊണ്ട്. പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.